ശ്രീനാരായണീയരെ. വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് നാണു വലിയൊരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രദർശനവും കഴിഞ്ഞു വന്നിരിക്കുന്ന നാണുവിനെയാണ് മറ്റ് വിദ്യാർത്ഥികൾ രാവിലെ കാണുന്നത്. വാരണപ്പള്ളിയിലെ അമ്മമാർക്കെല്ലാം ഇദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടമാണല്ലോ. അപ്പോൾ അമ്മമാർ നോക്കുമ്പോൾ എപ്പോഴും ചുണ്ടിൽ ഭക്തിഗാനം കാണാം. അപ്പോൾ അമ്മമാർ ചോദിച്ചു, ഞങ്ങൾക്കൂടെ ഇത്തരത്തിലൊരെണ്ണം എഴുതി തരുമോ? അങ്ങനെ ആ അമ്മമാർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ട് ചൊല്ലുന്നത് കേട്ടാൽ ആ ഈശ്വരൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ അമ്മമാർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, മറ്റു കുട്ടികളെ പോലെയല്ല, ഒരു വ്യത്യസ്തനാണ് നാണു. എപ്പോഴും ആരോട് സംസാരിച്ച് നടക്കുന്നു, എന്തൊക്കെയോ പുലമ്പുന്നു. വാരണപ്പള്ളിയിലെ അമ്മ ഒരു ദിവസം നാണുവിനോട് നേരിട്ട് തന്നെ ചോദിച്ചു, കുട്ടി ആരോടാണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്? യാതൊരു സങ്കോചവും കൂടാതെ നാണു പറഞ്ഞു, അത് ഞാൻ ഉണ്ണിക്കണ്ണനോടാണ് സംസാരിക്കുക. എന്നെ വന്ന് വിളിക്കാറുണ്ട്, അപ്പോഴൊക്കെ ഞാൻ കൂടെ പോകും. അങ്ങനെ ഒരു രാത്രിയിൽ ബാലകൃഷ്ണ രൂപം നാണു സ്വപ്നത്തിൽ കണ്ടു. നാണുവിനെ കൂടെ ചെല്ലാൻ വിളിക്കുന്നത് പോലെ തോന്നി. നാണു പതിയെ കണ്ണുകളൊക്കെ തുറന്നു. മുന്നിൽ ഒരു വെളിച്ചം പൊതിയപ്പെട്ട ദിവ്യരൂപം. അത് കണ്ടിട്ട് നാണു ചാടി എഴുന്നേറ്റു. ആ വെളിച്ചരൂപം ഒരു ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനു പുറകെ നാണു ഓടുവാൻ തുടങ്ങി. വാരണപ്പള്ളിയിലെ പറമ്പിലൂടെ ഓടിപ്പോയ നാണു ബോധമറ്റൊരു കുഴിയിൽ വീണുപോയി. ബോധം വീണപ്പോൾ ചുറ്റിലുമായി നിൽക്കുന്ന കൂട്ടുകാരെയും വാരണപ്പള്ളി കുടുംബാംഗങ്ങളെയുമാണ് നാണു കണ്ടത്. വിസ്മയവും ആശ്ചര്യവും ആകാംക്ഷയും പരിഹാസവും എല്ലാം ഓരോ മുഖങ്ങളിൽ മാറി മാറി നാണു ദർശിച്ചു. എന്നെ ഉണ്ണിക്കണ്ണൻ വന്ന് വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോന്നു. പിന്നെ അദ്ദേഹം അപ്രത്യക്ഷനായിപ്പോയി. ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഓരോരുത്തരും ആശ്ചര്യപ്പെടുകയുണ്ടായി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നാണുവിന് ദൈവദർശനം ഉണ്ടായി എന്ന് മനസ്സിലാക്കുക.